Good morning and wish you a very happy World Environment Day to everyone present here. It is my great pleasure to welcome you all to the special celebration of World Environment Day. We have gathered here to observe the value of our Mother Earth. I am Kartika and I feel very proud anchoring this event. I believe that together we can bring a change. Together we can make this earth clean, green, and safe. Every year on June 5, we celebrate World Environment Day to create awareness about our environment. This year's theme is Only One Earth, which means we all have one planet to live on and we must protect it. I would like to welcome Aradi to take an oath on the theme of Environment Day. Good morning, all. All of you, please stand up. Let's take an oath. I will do my best to take care of the earth. I promise to keep the earth very clean, no trash on the floor, take care of animals, grow more plants, and water the trees for healthier life. I pledge to keep the neighborhood clean by making it free from plastic and other dangerous things. Thank you. Next, I welcome Apurva for a welcome speech. Good morning, all, and welcome to this event. I am delighted to introduce our esteemed chief guest, Mr. Jovin Joseph, Project Officer, Clean Air and Climate at Tunnel, Trivandrum. Sir, your presence in today's event adds more value to this occasion. I welcome you, sir. Next, I would like to welcome our principal, Binil Kumar, sir. I welcome you, sir. I welcome our Vice Principal, Vidya ma'am. I welcome you, ma'am. Next, I welcome all the teaching and non-teaching staffs along with the students to this program. Thank you. Now, I would like to welcome our respected principal sir to enter the presidential address. Good morning. Good morning. എൻവയോൺമെൻറ്റ് ഡേ എന്തിനാണ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഓർക്കുന്നത്? എന്തിനായിരിക്കും? എന്നും എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ. പിന്നെ ഒരു ദിവസം പ്രത്യേകം എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? ഓരോ വർഷത്തിലും ഓരോ ദിവസമെങ്കിലും ആ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചാൽ, അതിൻ്റെ സന്തുലിതമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയാൽ അതിൻ്റെ ദോഷഫലം ആരനുഭവിക്കും? നമ്മൾ അനുഭവിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതായത് we take care of ourselves. We have to take care of ourselves. That means we have to maintain the balance of the nature. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് സുഖമായി സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കണമെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ മാറ്റം വരുത്താതെ കൊണ്ടുപോകാനുള്ള ബുദ്ധിയും കഴിവും നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമം നമുക്ക് അത്യാവശ്യമാണ്, ബോധം ആവശ്യമാണ്, ഉത്തരവാദിത്തം ആവശ്യമാണ്. എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. ബഹുമാനനായ ജോവിൻ ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തണലിൻ്റെ പ്രൊജക്റ്റ് ഓഫീസറാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം അപഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉത്തരവാദിത്തമുള്ളൊരു തലമുറയായിരിക്കണം നിങ്ങൾ. എല്ലാറ്റിനോടും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു കടലാസ് കഷ്ണം മുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേനയാണെങ്കിലും പെൻസിലാണെങ്കിലും, നമുക്ക് തണൽ തരുന്ന ഒരു മരമാണെങ്കിലും നമുക്ക് അതിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനെ നശിപ്പിക്കാതെ, അതിനെ വേസ്റ്റാക്കാതെ ജീവിതത്തിലൂടെ കടന്നു പോകാനുള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്.
നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ഘോരഘോരം നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നത് കേൾക്കാം. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എനിക്ക് അയാൾ അത് തന്നില്ല, അയാൾ എന്നോട് മിണ്ടിയില്ല, എനിക്കത് വേണം എന്നൊക്കെ നമുക്ക് അവകാശങ്ങൾ വളരെയധികം നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരവാദിത്തമുള്ളൊരു തലമുറ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ബി റെസ്പോൺസിബിൾ. മനസ്സിലായോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഓർക്കുക. ഒരു ഉത്തരവാദിത്തമുള്ളൊരു തലമുറയായി നിങ്ങൾ വളർന്നു വരട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next, I would be honored to invite our chief guest, Mr. Jovin Joseph, to inaugurate our program on World Environment Day. We are very lucky to have you with us today. Please come and share your valuable thoughts on how we can protect our environment. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമ്മർ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? സ്കൂളിലേക്ക് വരുമ്പോൾ വിഷമമായോ വീട്ടിൽ നിന്ന് 2 മാസം കഴിഞ്ഞിട്ട്? ഇല്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തിനാണ് വേൾഡ് എൻവയോൺമെൻറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജോവിൻ ജോസഫ്, എല്ലാവരും പറയുണ്ടായി. ഞാനിവിടെ കവടിയാറുള്ള തണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിസ്ഥിതി സംഘടനയുണ്ട്. ഒരു NGO ആണ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അവിടെ ക്ലീൻ എയർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു ടീമിൽ പ്രൊജക്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മളിവിടെ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടത്തുകയാണ് ഞങ്ങൾ. ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ എന്തോരം വേസ്റ്റ് വരുന്നുണ്ടുള്ളതിൻ്റെ ഒരു പഠനം നടത്തുന്നതാണ്. അപ്പോൾ അതിൽ പ്രൊജക്റ്റ് ഓഫീസറാണ് ഞാൻ. അപ്പോൾ തണലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. തണൽ ആദ്യം രൂപീകൃതമായത് 1986 അപ്പോൾ തണൽ ഒരു പരിസ്ഥിതി സംഘടനയാണെന്ന് ഞാൻ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ടുള്ള കുറേ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലൊരു പ്രൊജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് തണലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഇന്നെന്താണ്? ജൂൺ 5 എന്താണെന്ന്? ഓക്കെ, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ എന്താണ് ഈ എൻവയോൺമെൻറ്റ്? എന്താണ് പരിസ്ഥിതി? പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം പരിസ്ഥിതിയല്ലേ? ഈ കാടും മലകളും വൃക്ഷങ്ങളും പുഴകളും പക്ഷികളും മൃഗങ്ങളും നമ്മൾ പോലും പരിസ്ഥിതിയുടെ ഭാഗമാണ്. പരിസ്ഥിതി നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? നമുക്ക് ഈ നേച്ചറിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എന്താ കിട്ടുന്നത്? ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റുമോ എന്താ കിട്ടുന്നതെന്ന്? ഒന്നും കിട്ടുന്നില്ലേ? ഓക്സിജൻ. യെസ്, ഓക്സിജൻ. വായു കിട്ടുന്നുണ്ട്. നമുക്ക് ശ്വസിക്കാൻ വായു എൻവയോൺമെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. അതിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ തരുന്നുണ്ട്? ഫുഡ് തരുന്നുണ്ട്. ഫുഡ്, പിന്നെന്താ? വാട്ടർ, ഷെൽട്ടർ, ഇതെല്ലാം പരിസ്ഥിതി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതി ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പരിസ്ഥിതിക്ക് എന്താ കൊടുക്കുന്നത്? ശരി, പക്ഷികളും മൃഗങ്ങളും പരിസ്ഥിതിനെ എന്താ ചെയ്യുന്നത്? അവർ പരിസ്ഥിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പരിസ്ഥിതി മലിനമാക്കുന്നുണ്ടോ? പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വലിച്ചെറിയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ പൊതുവേ ആൾക്കാരെന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടും. ഒരാൾ കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ ഒരാൾ ഇട്ടല്ലോ, അപ്പോൾ വേറെ കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടും അപ്പോൾ അതൊരു ഡം സൈറ്റായിട്ട് മാറും. അപ്പോൾ ഈ പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ആരാ? ഹ്യൂമൻസാണ്. ഹ്യൂമൻസ് പരിസ്ഥിതിനെ മാലിന്യം കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് മൈ വേസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് മൈ വേസ്റ്റ്? എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ആരാ പാത്രം കഴുകുന്നത്? നമ്മൾ തന്നെയല്ലേ കഴുകുന്നത്. വേറെ ആരും വന്ന് കഴുകിത്തരില്ലല്ലോ. അപ്പുറത്തെ ചേച്ചിനെ വിളിച്ച് കഴുകിത്തരില്ലല്ലോ. അപ്പം നമ്മളുണ്ടാക്കുന്ന മാലിന്യം സംസ്കരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ
അപ്പോൾ ഈ വേസ്റ്റ് എന്താണ്? വേസ്റ്റ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വലിയ കുട്ടികൾക്ക് ആർക്കെങ്കിലും? ഫുഡ് വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് വേസ്റ്റ്? ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇത് നന്നായിട്ടുണ്ട്, ഇത്രയും പറഞ്ഞല്ലോ. ബേസിക്കലി 2 ടൈപ്പ് ഓഫ് വേസ്റ്റ് ഉണ്ട്. ഒന്ന് ബയോഡീഗ്രേഡബിൾ വേസ്റ്റും രണ്ടാമത്തത് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റും. ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ ഫുഡ് വേസ്റ്റാണ്. ഫുഡ് വേസ്റ്റ്, പിന്നെ ഈ കരിയില, പിന്നെ ഈ തടി, അതൊക്കെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന സാധനങ്ങളാണ്. പെട്ടെന്ന് അലിഞ്ഞു ചേരും. നമ്മളിപ്പോൾ ഒരു പഴത്തൊലി നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് മണ്ണിൽ കുഴിച്ചിട്ടോന്ന് വിചാരിച്ചോ, കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതവിടെ കാണുമോ? ഇല്ല. അതുപോലെയാണോ പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവും. പ്ലാസ്റ്റിക് എത്ര കാലം കഴിഞ്ഞാലാണ് ഉണ്ടാവാതിരിക്കുക? എത്ര വർഷം എന്ന് പറയാൻ പറ്റുമോ? ഒരു 100 വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെ കാണുമോ? 1000 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ഈ 1000 വർഷം കഴിഞ്ഞാൽ പോലും അവിടെ കാണുന്ന സാധനങ്ങളാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. മണ്ണിലേക്ക് അലിഞ്ഞു ചേരാത്ത വേസ്റ്റുകളാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ 2 ടൈപ്പ് വേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പ്ലാസ്റ്റിക്കിനെ കുറിച്ചും, ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആദ്യം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. അതൊരു കുറച്ച് ബോറടിക്കുന്ന സംഭവമാണ്, പക്ഷെ നിങ്ങൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കേട്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റിലേക്ക് വരാം. ഓക്കെ. 1960കളിൽ അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ചത്തുപോകാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും? എന്താണ്? ആരെന്ത് പറഞ്ഞ? പൊല്യൂഷൻ. ഓക്കെ. പെസ്റ്റിസൈഡ്സ് കാരണമാണ് അത് ചത്തുപോകാൻ തുടങ്ങിയത്. DDT എന്ന് പറഞ്ഞിട്ടൊരു പെസ്റ്റിസൈഡ് ഉണ്ടായി. വേൾഡ് വാർ 2 അവർ പട്ടാളക്കാർ ഉപയോഗിച്ച ഒരു സാധനമായിരുന്നു DDT. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് പോലെയാണ് ഈ പെസ്റ്റിസൈഡ്സ് കാരണം ഈ ബേർഡ്സും ആനിമൽസൊക്കെ ചത്തു വീഴാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 60s റേച്ചൽ കാർസൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായി. അവർ ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ഈ DDT എങ്ങനെയാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ളൊരു പുസ്തകം എഴുതി. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായി. എന്നിട്ട് ആൾക്കാർ ഈ കെമിക്കൽ കമ്പനീസ്, ഈ DDT ഒരു ഫെർട്ടിലൈസറാണ്, ഒരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ ഇതിലെന്താ ഉള്ളത്? കെമിക്കൽസ് ആണുള്ളത്. അപ്പോൾ കെമിക്കൽ കമ്പനീസാണ് ഈ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഈ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഇതിനെതിരെ കോടതിയിൽ പോയി. കോടതിയിൽ പോയിട്ട് അവസാനം എന്താ വിധി വന്നതെന്നറിയോ? ഈ DDT എന്ന് പറഞ്ഞ ഈ പെസ്റ്റിസൈഡ് അവർ നിരോധിച്ചു. അപ്പം അങ്ങനെ റേച്ചൽ കാർസൺ എന്ന് പറഞ്ഞ ആൾ വിജയിച്ചു, കെമിക്കൽ കമ്പനീസ് തോറ്റു. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ 1973 ആദ്യമായിട്ട് എൻവയോൺമെൻറ്റ് ഡേ നമ്മൾ കൊണ്ടുവന്നത്. ഐക്യരാഷ്ട്ര സംഘടന, അതായത് യുണൈറ്റഡ് നേഷൻസ് ആദ്യമായിട്ട് 1973 എൻവയോൺമെൻറ്റ് ഡേ കൊണ്ടുവന്നത്, ജൂൺ 5. കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് സ്വീഡൻ എന്ന് പറഞ്ഞ സ്ഥലം അറിയുമോ? അതെവിടെയുള്ളത്? യൂറോപ്പിൽ സ്കാൻഡിനേവിയൻ പ്രദേശത്താണ് സ്വീഡൻ ഉള്ളത്. അപ്പോൾ സ്വീഡനിൽ ആസിഡ് റെയിൻ പെയ്യാൻ തുടങ്ങി. ആസിഡ് റെയിൻ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവർ ഭയങ്കരമായിട്ട് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തുടങ്ങി, ആസിഡ് റെയിൻ പെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ മൂലം. എന്നിട്ട് ഇവർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി സർക്കാർ. അങ്ങനെ ഇത് രണ്ടും കൂടെയാണ് ഈ എൻവയോൺമെൻറ്റ് ഡേ തുടങ്ങാനുള്ള 2 മെയിനായിട്ടുള്ള കാരണങ്ങൾ. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 2025 2025 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ മോട്ടോ എന്താണെന്നറിയോ? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് 2025 മോട്ടോ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള വില്ലൻ ആരാ ഇപ്പോൾ? പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന എങ്ങനത്തെ കസേരയിലാണ്? പ്ലാസ്റ്റിക് കസേരയിൽ. നിങ്ങളുടെ ബാഗിൽ എന്താ ഉള്ളതെന്നറിയോ? പ്ലാസ്റ്റിക്. നിങ്ങളൊരു ദിവസം ഒരു കടയിൽ പോകാമെന്ന് വിചാരിച്ചോ. കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ എന്ത് കവറിലാണ് തരണേ? പ്ലാസ്റ്റിക് കവറിലാണ് തരുന്നത്. നിങ്ങളുടെ ബോട്ടിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റീൽ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്?
ഓ നല്ലത് ഓക്കെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലഞ്ച് ബോക്സസ് ഒക്കെ സ്റ്റീൽ തന്നെയാണോ എല്ലാവരും ഉപയോഗിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോവുകയാണ്. നമ്മുടെ കയ്യിലൊരു ചോക്ലേറ്റിൻ്റെ റാപ്പറുണ്ട്. നമ്മൾ ചോക്ലേറ്റ് റാപ്പ് പൊട്ടിച്ച് നമ്മൾ താഴെയിട്ടു. അതല്ലേ എളുപ്പം. ഡസ്റ്റ്ബിനൊക്കെ കണ്ടുപിടിക്കാൻ പാടല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു പട്ടിയുണ്ട്. പട്ടി വന്നത് വിഴുങ്ങി. പട്ടിക്ക് എന്ത് സംഭവിക്കും? മരിച്ചു പോവും. പട്ടി വിഴുങ്ങിയില്ലാന്നിരിക്കട്ടെ, അവിടെ തന്നെ കിടന്നു കഴിയുമ്പോൾ ആ മണ്ണിന് ദോഷമല്ലേ. മണ്ണിൽ കുറേ ചെറിയ ജീവികളുണ്ട്, അതിനൊക്കെ ഇത് ദോഷമാണ്, ഈ പ്ലാസ്റ്റിക് മണ്ണിൽ കൊണ്ടുപോയിടുന്നതും എല്ലാം. ഓക്കെ. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ മണ്ണിൽ ഈ പ്ലാസ്റ്റിക് ഇട്ട മണ്ണിൽ നമ്മൾ എന്തെങ്കിലും ചെടിയൊക്കെ വളർത്തി വലുതാക്കി അതിൽ നിന്നുള്ള സാധനം കഴിക്കുമ്പോൾ നമുക്കും ദോഷം വരില്ലേ? വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് താഴെ ഇടാൻ പാടില്ല. പ്ലാസ്റ്റിക് എവിടെ ഇടണം? വേസ്റ്റ് ബിന്നിലിടാം. നമുക്ക് 2 ടൈപ്പ് ഓഫ് ബിന്നാണുള്ളത്. 2 കളറുള്ള ബിൻ ഇവിടെ വെച്ചിട്ടുള്ളത് അറിയില്ലേ? ബ്ലൂ ആൻഡ് ഗ്രീൻ ബിൻ. ബ്ലൂ ബിന്നിൽ എന്താ ഇടേണ്ടത്? പ്ലാസ്റ്റിക്, അതായത് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് അല്ലാത്ത വേസ്റ്റൊക്കെ നമ്മൾ ബ്ലൂ ബിന്നിലാണ് ഇടേണ്ടത്. പച്ച ബിന്നിൽ എന്താ ഇടണ്ടേ? ഫുഡ് വേസ്റ്റ്, വെറ്റായിട്ടുള്ള വേസ്റ്റാണ് പച്ച ബിന്നിൽ ഇടേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ബിന്നുകളിൽ ഇടണം എപ്പോഴും. ഓക്കെ. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിച്ച് എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ എന്തിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? എന്താ സംഭവിക്കുക? അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഗ്ലോബൽ വാർമിങ് വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ആഗോളതാപനം, അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷമല്ല, നല്ലൊരു ക്ലൈമറ്റ് അല്ല. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയുണ്ടാവും? ഒരു 30-ൻ്റെയൊക്കെ അടുത്തുണ്ടാവും. ഇതൊരു 40-50 ആയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് വേർക്കില്ലേ? അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അത്രയും ടെമ്പറേച്ചർ മുകളിൽ പോയി കഴിഞ്ഞാൽ ആ അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് മണ്ണിലിട്ടു, അതൊക്കെ അത് നമ്മൾ പറഞ്ഞു എന്താ സംഭവിക്കുകയെന്ന്. ഈ സാധനം നമ്മൾ കടപ്പുറത്തൂടെ നടന്നു പോയൊരു ദിവസം. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ റാപ്പർ നമ്മൾ കടലിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. എറിയാൻ പറ്റുമോ? എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സീ അനിമൽസിനെ അത് ബാധിക്കും. അവരത് വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവനത്തിനെ ബാധിക്കും. പിന്നെ വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? തീരെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത തീരെ ചെറിയ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ ചൂട് കൊണ്ട് ഈ പ്ലാസ്റ്റിക് ഉരുകി മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ അത് നമ്മൾ ആ വെള്ളത്തിൽ വളരുന്ന മീൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ പ്ലാസ്റ്റിക് എറിയാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് ബിന്നിലിടണ്ടേ? പ്ലാസ്റ്റിക് ബ്ലൂ ബിൻ. പ്ലാസ്റ്റിക് മാത്രമല്ല, പേപ്പർ, അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ബ്ലൂ ബിന്നിലാണ് ഇടേണ്ടത്. ഡ്രൈ ആയിട്ടുള്ള എന്തായാലും ഫുഡ് വേസ്റ്റ് അല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള എല്ലാ വേസ്റ്റുകളും നമ്മൾ ബ്ലൂ ബിന്നിലാണ് ഇടേണ്ടത്. പിന്നെ കുട്ടികളായ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇടുന്ന മാത്രം മതിയോ? അത് കുറയ്ക്കണ്ടേ? നമ്മൾ ഉള്ളത് കളയുന്നതിനേക്കാളും ഭേദമല്ലേ അത് ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക? പ്ലാസ്റ്റിക് റീയൂസ്, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാതിരുന്നാൽ പോരെ. നിങ്ങൾ സ്റ്റീൽ ബോട്ടിൽ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ കൈവക്കിയേ? സ്റ്റീൽ ലഞ്ച് ബോക്സോ? ഇത്രയും പേര് സ്റ്റീൽ ലഞ്ച് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ക്ലോത്ത് ബാഗ് കൈ കരുതിക്കൂടെ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അതോ പ്ലാസ്റ്റിക് ബാഗാണോ? ക്ലോത്ത് ബാഗ് എത്ര പേര് ഉപയോഗിക്കും? ഓക്കെ, നൈസ്, വെരി ഗുഡ്. പിന്നെ നിങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ചെറിയ പിള്ളേർ കളിപ്പാട്ടങ്ങൾ എത്ര പേര് ഉപയോഗിക്കും? കളിപ്പാട്ടങ്ങൾ കടിക്കുന്ന ശീലമുണ്ടോ? ഒരിക്കലും കടിക്കരുത്, അതൊക്കെ പ്ലാസ്റ്റിക് ആട്ടോ, വായി പോയാൽ പെട്ടു. അങ്ങനെ. പിന്നെ നിങ്ങൾ പേന,
പിന്നെ ഈ ക്രയോൺസിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അതൊന്നും കടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പേനയൊന്നും കടിക്കരുത് കേട്ടോ. എഴുതിയാൽ മാത്രം മതി, എഴുതിക്കോ, കടിക്കണ്ട. അതൊക്കെ നല്ലതല്ല, ശരീരത്തിന് നല്ലതല്ല കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഇനി അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കഴിഞ്ഞു, പ്ലാസ്റ്റിക് രക്ഷപ്പെട്ടു, കഴിഞ്ഞു. ഇനിയുള്ളത് എന്താ ഉള്ളത്? ഇനി എന്ത് വേസ്റ്റാണ് ഉള്ളത്? ഫുഡ് വേസ്റ്റ് ആണോ ഉള്ളത്? ഫുഡ് വേസ്റ്റ് നമ്മളെന്താ ചെയ്യുക? ഫുഡ് വേസ്റ്റ് നമ്മളെന്താ ചെയ്യുക? വീട്ടിൽ കമ്പോസ്റ്റായിട്ട് ഇടുന്ന ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവരെന്താ ചെയ്യുക? കമ്പോസ്റ്റ് തന്നെയല്ലേ? ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ. ആ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ കൊടുക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഫുഡ് വേസ്റ്റ് ആക്കാതെ ഇരിക്കണം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഫുഡ് മാത്രം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് എടുത്തിട്ട് അത് കളയുന്നതിനേക്കാളും ഭേദമല്ലേ കുറച്ചെടുത്തിട്ട് അത് മൊത്തം കഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഫുഡൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഫുഡ് കഴിക്കാൻ നോക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എല്ലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കറിവേപ്പിലൊക്കെ കഴിക്കുന്ന എത്ര പേരുണ്ട്? ആ, നല്ലതാ, നോക്കിയൊക്കെ കഴിക്കട്ടോ കറിവേപ്പിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം, കഴിക്കാൻ പറ്റാത്തത് മാത്രം കളഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ കഴിക്കുക. അങ്ങനെ മാക്സിമം ഫുഡ് വേസ്റ്റ് കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ബാക്കി വരുന്നത് നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പോൾ എന്തായാലും വേസ്റ്റ് വരും. നിങ്ങളിപ്പോൾ പച്ചക്കറി അരിഞ്ഞിട്ട് അതിൻ്റെ തോലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? വീട്ടിൽ കമ്പോസ്റ്റിംഗ് എന്നാരാ പറഞ്ഞേ? അവിടെ ആരാ ഒരു ബിരുദം പറഞ്ഞായിരുന്നല്ലോ കമ്പോസ്റ്റിംഗ്? ആ, കൈവക്കി. പേരെന്താ? ആ, ഓക്കെ. അങ്ങനെ അപ്പോൾ കമ്പോസ്റ്റിംഗ് എങ്ങനെയാ ചെയ്യുക? കമ്പോസ്റ്റിംഗ് എങ്ങനെയാ ചെയ്യുന്ന ആർക്കെങ്കിലും അറിയോ? ആ, കിച്ചൺ ബിൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വീട്ടിൽ എത്ര പേരുടെ കിച്ചൺ ബിൻ ഉണ്ട്? അപ്പം നിങ്ങൾ വീട്ടിൽ അവിടെ കിച്ചൺ ബിന്നിൽ കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ടോ? ആര് ചെയ്യുക? അമ്മയാണോ ചെയ്യുക? അത് നിങ്ങൾ നോക്കി നിൽക്കുമോ? സഹായിക്കും അമ്മേനെ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ? അപ്പോൾ എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യാന്ന് ഒരാൾ വന്ന് പറയാൻ പറഞ്ഞാൽ പറയുമോ ഇവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കിച്ചൺ ബിൻ എന്ന് പറയുന്ന സാധനം 3 ബിന്നായിട്ട് അറിയാത്ത ആൾക്കാർക്ക് പറയുകയാണ്. ഒരു പച്ച കളറിലുള്ള 3 ബിന്നാണ്. അപ്പോൾ ഈ കിച്ചൺ ബിന്നിൽ വലിയ 3 ബിന്നുണ്ടാവും, മുകളിൽ അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഏറ്റവും മേലെയുള്ള ബിന്നിൽ നമ്മൾ ആദ്യം എന്തിടുക? നമ്മൾ ഈ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് കിട്ടും ഈ കരിയിലയോ അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ഹസ്ക്, ചകിരിച്ചോറ്, അത് അതിൻ്റെ ഒരു ചാക്കിൽ നമുക്ക് കിട്ടും. ആദ്യം ആ കോക്കനട്ടിൻ്റെ ചകിരിച്ചോറ് നമ്മളൊരു ലെയർ ആ കിച്ചൺ ബിന്നിൻ്റെ ഇതിലിടണം, ഏറ്റവും അടിയിലൊരു ലെയർ ഇടണം. എന്നിട്ട് നമ്മുടെ ഫുഡ് വേസ്റ്റ്, ഈ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി തോലോ അങ്ങനെ അതൊക്കെ, അതിൻ്റെയൊക്കെ ഫുഡ് വേസ്റ്റ് നമ്മൾ അതിൻ്റെ മേലെ വിതറണം. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? ഡ്രൈ ആയിട്ടുള്ളത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം വെള്ളത്തിൻ്റെ അംശം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ സാമ്പാറൊക്കെ അങ്ങനെ കൊണ്ടുപോയി ഒഴിക്കരുത്. നമ്മൾ സാമ്പാറിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചകിരിച്ചോറ് ആ ലെയർ അതിനകത്ത് ഇടുക, പിന്നെ ഫുഡ് വേസ്റ്റ് ഇടുക, പിന്നെ അതിൻ്റെ മേലെ പിന്നെയും ചകിരിയുടെ ആ കോക്കനട്ട് ഹസ്കിൻ്റെ ആ ലെയർ ഇടുക. അങ്ങനെ ഇട്ടിട്ട് 1 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഫില്ലാവും. ഫില്ലായി കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഫില്ലായി കഴിയുമ്പോൾ ഈ മുകളിലിരിക്കുന്ന ബിന്ന് ഏറ്റവും താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് താഴെ ഇരിക്കുന്ന മുകളിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ നമുക്കൊരു എംപ്റ്റി ബിൻ കിട്ടി. അതിനകത്ത് ഈ സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 മാസം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഫില്ലാവും. അടിയിലിരിക്കുന്ന ബിന്ന് എന്താവും? കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വളമാണ്. അത് നമ്മൾ അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിലത്ത് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. കമ്പോസ്റ്റിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് അത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഉണക്കണം. ഉണക്കിയിട്ട് ഒരു 3-4 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചോട്ടിൽ കൊണ്ട് ഇടരുത്. നമ്മളത് ഇളക്കി മണ്ണുമായിട്ട് കുഴച്ച് ചേർത്തിട്ട് വേണം നമ്മൾ ചെടിയുടെ ചോട്ടിലിടാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റിംഗ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൈ വേസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുക? അമ്മേനെ അച്ഛനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എത്ര പേർക്ക് സഹായിക്കാൻ പറ്റും
കമ്പോസ്റ്റിങ്ങിന് തൊട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ സഹായിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ കൈവയ്ക്കേ? അപ്പോൾ ആരും കൈവയ്ക്കുക? അപ്പോൾ എല്ലാവർക്കും സഹായിക്കാൻ പറ്റുമോ? കൈവക്ക് സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ സഹായിക്കാൻ പറ്റില്ലേ? അപ്പോൾ എല്ലാവരും സഹായിക്കില്ലേ ഇനി തൊട്ട് വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ? പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെടികൾ നടുക എന്നുള്ളതാണ്. വീട്ടിൽ കിച്ചൺ ഗാർഡനൊക്കെ ഉള്ള എത്ര പേരുണ്ട്? അപ്പോൾ നിങ്ങൾ തന്നെയാണോ ചെടികളൊക്കെ നടുന്നത്? അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുവരെ ചെടിയൊന്നും നടാത്ത എത്ര ആൾക്കാരുണ്ട്? ഇനി മുതൽ നിങ്ങൾ ചെടിയൊക്കെ നട്ട് ശീലിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് അത് ഉപകാരപ്രദമാവും. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ പരിപാലിക്കേണ്ട. നേച്ചർ നമുക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട് തരുന്നു ഞാൻ ആദ്യം പറഞ്ഞേ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നത്? ആരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്കതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത്? അല്ല, നേച്ചറല്ല, ആരുടെ പ്രയത്നം കൊണ്ടാണ്? നമ്മുടെ പൂർവികർ, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മുടെ നേച്ചറിനെ നന്നായിട്ട് പരിപാലിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇവിടെ സംസാരിക്കാൻ പറ്റുന്നത്. അവർ പരിപാലിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ ഒരു കടമയുണ്ട്, നമുക്ക് നമ്മുടെ ഭാവി തലമുറയോടൊരു കടമയുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നേച്ചറിനെ നല്ല രീതിക്ക് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഈ വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ കടമയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യില്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റ് എവിടെ കളയുക? ബ്ലൂ ബിന്നിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുക. ഫുഡ് വേസ്റ്റ് എവിടെ ഇടുക? ഗ്രീൻ ബിന്നിലാണ് ഫുഡ് വേസ്റ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇനി മുതൽ അതൊക്കെ ചെയ്യില്ലേ? ചെടികൾ നട്ടുപിടിപ്പിക്കില്ലേ? കമ്പോസ്റ്റിംഗ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ചേട്ടൻ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറയും. അപ്പോൾ ചേട്ടൻ ചൂടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കും. അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചേട്ടനെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ചേട്ടാ, ഇത് ഭാവി തലമുറയ്ക്ക് ഭവിഷ്യത്താണ്. അപ്പോൾ ചേട്ടൻ അത് ആ പ്ലാസ്റ്റിക് ആണെങ്കിൽ ബ്ലൂ ബിന്നിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ഗ്രീൻ ബിന്നിലും ഇടണം. പിന്നെ ഫുഡ് വേസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളിങ്ങനെ ഒരു ദിവസം നമ്മൾ ഫുഡ് വേസ്റ്റ് വീട്ടിൽ വന്നു, ആ ഫുഡ് വേസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ നിന്നൊരു മണം വരില്ലേ? അതെന്തിൻ്റെ മണമാണ്? അത് മീഥെയ്ൻ എന്ന് പറഞ്ഞിട്ടൊരു വാതകമാണ്. അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് കേട്ടിട്ടില്ലേ? ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താ സംഭവം അറിയോ ആർക്കെങ്കിലും? ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ? എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നൊരു അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്ന അവസ്ഥയിൽ ഈ ഗ്ലോബൽ വാർമിങ്ങും കൂടും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ നമ്മൾ കറക്റ്റായിട്ട് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ മീഥെയ്ൻ അതിൽ നിന്ന് പുറപ്പെടും, ഫുഡ് വേസ്റ്റിൽ നിന്ന്. അപ്പോൾ ഈ മീഥെയ്ൻ അന്തരീക്ഷത്തിൽ പോയാൽ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂടും, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമുക്ക് മാത്രമല്ല, അല്ലാത്ത പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും, ചെടികൾക്ക് വരെ അത് ഭവിഷ്യത്തായിരിക്കും. അപ്പം നമ്മുടെ ഭാവി തലമുറയെ തന്നെ അത് ബാധിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യരുത്. അപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അവർ കാണുമ്പോൾ അവർക്ക് നാണം വരും. അയ്യോ, ഈ കുട്ടികൾ പോലും, ഇവർക്ക് പോലും ഞങ്ങളെക്കാളും നല്ലോണം അറിവുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു ഇത് വന്നിട്ട് അവരും ചെയ്യാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് അവരെ നയിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കുട്ടികളാരാ? നാളത്തെ പൗരന്മാരാണ്. അപ്പം നാളെ നിങ്ങളാണ് എൻ്റെ സ്ഥാനത്ത് വന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ സ്ഥാനത്ത് ആരിയ്ക്കേണ്ടത്? നാളെ നിങ്ങളാണ് ഇരിക്കേണ്ടത്. അത് ആ ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഇന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? 2 കാര്യങ്ങൾ നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. ലഞ്ച് ബോക്സ് സ്റ്റീലിൽ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ അതും കൂടി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി തലമുറയെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങളാണ് നാളത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആവേണ്ടത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്. Thank you, sir, for your valuable piece of information. Now, I invite Jovin sir to hand over seats to the students.
As a part of Environment Day, our alumni students will now hand over some saplings to our students. Now, I welcome Krishnapriya to give away the vote of thanks. A very good morning to one and all present here. Gratitude is the fairest blossom which springs from the soul. It's my pleasure to be a part of this celebration. As we wrap up this event on behalf of our organizing team, I would like to extend my gratitude to all. First, I would like to extend my heartfelt gratitude to our esteemed chief guest, Mr. Jovin Joseph, for accepting our invitation and joining us on this special occasion. Thank you, sir, for gracing us with your presence despite your busy schedule. A heartfelt thanks to our respected Principal Binil Kumar sir and Vice Principal Vidya ma'am for your guidance and support. I would also like to thank our teaching and non-teaching staffs for guiding and encouraging us as always. Finally, a heartfelt thanks to our audience and participants. Your enthusiasm and involvement has made this event truly meaningful. Thank you and have a wonderful day. National Anthem.